കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി, ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ് ഡിഫറൻസ് അതെന്താണെന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷനാണ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി, ആ ജോലിയിൽ എന്തൊക്കെയാണ് റെഗുലറായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ട്. എന്തിന്? വിറ്റ് അതിൻ്റെ പൈസ നമുക്ക് കിട്ടാനായിട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ അതിൻ്റെ വേറൊരു വശം ഏതാണ് എന്നല്ലെങ്കിൽ നമ്മൾ ഗുഡ്സും സർവീസസും വേറൊരാൾക്ക് കൈമാറുന്നു, അതിന് പകരം അവർ നമുക്ക് പൈസ തരുന്നു. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് production or rendering of goods and services or transfer of goods and services with the motive of earning profit. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ഈ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ വേറൊരു വേർഡാണ് ഫീച്ചേഴ്സ് എന്ന്. ആദ്യം വരുന്ന ഡീൽസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ്സിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് ഗുഡ്സും സർവീസസിലാണ്. ഓക്കെ, ഗുഡ്സും സർവീസസും കൊടുത്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ആ പൈസയിലാണ് നമ്മളുടെ വരുമാനം അല്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഒന്നല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഗുഡ്സ് വേറൊരാൾക്ക്, അത് ആവശ്യമുള്ള ആൾക്ക് കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് വാങ്ങിക്കുക. അപ്പോൾ ഇനി അടുത്തത് റെഗുലർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. റെഗുലറായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് കൊടുക്കുന്നുമുണ്ട്. റിക്വയർസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഏതൊരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് പൈസ നമ്മളുടെ കയ്യിൽ വേണം, ഇല്ലാണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എയിംസ് അറ്റ് ഏർണിംഗ് പ്രോഫിറ്റ്. ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ മെയിൻ ഗോൾ അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമാണ്, പ്രോഫിറ്റാണ്. ഓക്കെ, ഇൻവോൾവ്സ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് ഇൻകം. ഓക്കെ, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസസോ നമ്മൾ ഉണ്ടാക്കാനോ വിൽക്കാനോ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് വിൽക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഉണ്ടാക്കിയ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് വിൽക്കാൻ പറ്റിയെന്ന് വരില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് അത് വേണ്ടായിരിക്കും. അങ്ങനെ പല പല കാരണങ്ങൾ. അപ്പോൾ റിസ്ക് ഉണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മാർക്കറ്റിനെ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങാൻ. മാർക്കറ്റിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത്, അവർക്ക് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളതിന് ഇറങ്ങിത്തിരിക്കാൻ. പല തരത്തിലുള്ള റിസ്ക് ബിസിനസ്സിലുണ്ട്. റിസ്ക് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. ഇനി ഇവല്യൂഷൻ ഓഫ് ബിസിനസ്. ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ആരാണ് കണ്ടുപിടിച്ചത്, അതിൻ്റെ പുറകിലുള്ള കാരണം എന്താണ്? നമ്മളുടെ കൺട്രി ഇന്ത്യ എന്ന് പറയുന്നതിന് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ റിസോഴ്സസിനെ പ്രൊഡക്റ്റീവായിട്ടുള്ള യൂസിൽ കൊണ്ടുവരാനും അത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സർവീസസോ ആവശ്യമുള്ള സാധനങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസയും കിട്ടും, അവരുടെ ആവശ്യവും നടക്കും. അങ്ങനെ ഒരു ഇതിലാണ് ബിസിനസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ പോർഷൻസ്, ഏത് സബ്ജക്റ്റ് നിങ്ങൾ എടുത്താലും ഏത് ചാപ്റ്റർ എടുത്താലും കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞിട്ട് അവർ തന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നല്ല തറവായിട്ട് നിങ്ങളെക്കൊണ്ട് മനസ്സിലാക്കിപ്പിക്കാനും നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ എളുപ്പത്തിൽ എഴുതാനും വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രാഹുൽ എ ഷോപ്പ് കീപ്പർ ഈസ് എൻഗേജ് ഇൻ എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ഹീ കോൾസ് ആസ് ബിസിനസ്. എക്സാമിൻ ഈച്ച് ഓഫ് ദം ആൻഡ് സ്റ്റേറ്റ് വെദർ ഡു യു എഗ്രി വിത്ത് ഹിം ഓർ നോട്ട്. റൈറ്റ് എഗ്രി ഓർ ഡിസഗ്രി അഗൈൻസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ രാഹുൽ എന്ന് പറയുന്നത് ഒരു ഷോപ്പ് കീപ്പറാണ്. അയാൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് അയാൾ ചെയ്യുന്നുണ്ട്, അത് അയാൾ ബിസിനസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസും അയാൾ ചെയ്യുന്നത് താഴെ തന്നിട്ടുണ്ട്, നിങ്ങളത് വായിച്ചിട്ട്
അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് പറയാം. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ എഗ്രി എന്ന് കൊടുക്കുക, ഡിസെഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസെഗ്രി എന്ന് കൊടുക്കുക. രാഹുൽ സോൾഡ് ബ്രെഡ് ടു കസ്റ്റമേഴ്സ് ഇൻ ഹിസ് ഷോപ്പ്, അത് ബിസിനസ്സാണ്. ഹീ ബ്രോട്ട് എ പെൻ ടു ഗിഫ്റ്റ് ടു ഹിസ് യങ്ങർ സിസ്റ്റർ, അത് ബിസിനസ്സല്ല. കാരണം അവിടെ അവൻ യങ്ങർ സിസ്റ്റർ, ഒരു ഗിഫ്റ്റിന് നമ്മൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കതിന് വേണ്ടി അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ മേടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ബിസിനസ്സല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ പൈസേൻ്റെ ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ടാവും. ഇനി ഈ സോൾഡ് ഹിസ് ഓൾഡ് ടെലിവിഷൻ സെറ്റ് ടു ഹിസ് നെയ്ബർ ഫോർ ₹3,000, അത് ബിസിനസ്സാണ്. രാഹുൽ ബ്രോട്ട് എഗ്സ് ഫ്രം പോൾട്രി ഫാം ടു സെൽ ടു ഹിസ് കസ്റ്റമർ, അതും ബിസിനസ്സാണ്. ഓക്കെ, രാഹുൽ സെൽസ് എ പാക്കറ്റ് ഓഫ് മിൽക്ക് വർത്ത് ₹10 ടു കസ്റ്റമർ ഫോർ 12, അതും ബിസിനസ്സാണ്. രാഹുൽ ബ്രോട്ട് വെജിറ്റബിൾസ് വർത്ത് ₹30 ഫോർ ഹിസ് ഫാമിലി, അവൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് അവൻ പച്ചക്കറി മേടിച്ചു കൊണ്ടുവന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് എ ബിസിനസ്. ഓക്കെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ കുറച്ച് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടേബിൾ തന്നെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഈ ടേബിൾ അങ്ങനെ തന്നെ നിങ്ങൾ വരച്ച് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. NIOSൽ നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾക്കറിയില്ല, പക്ഷേ നിങ്ങൾക്കത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും ആ ക്വസ്റ്റ്യനിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു മാർക്ക് കിട്ടും. പിന്നെ വളരെ സിമ്പിൾ ഇംഗ്ലീഷായിട്ട് ഏതൊരു സാധാരണ മനുഷ്യൻ ഉപയോഗിക്കുന്ന രീതിയിൽ ആൻസേഴ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യനും വിടരുത്, എല്ലാത്തിനും ആൻസർ എഴുതണം. അതുപോലെ തന്നെ അസൈൻമെൻറ്റിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം. അസൈൻമെൻറ്റിന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഓരോ ക്വസ്റ്റ്യൻ്റെ നേരെയും അത് എത്ര വേർഡ്സിൽ എഴുതണമെന്നുണ്ടാവും, അത്രയും വേർഡ്സിൽ തന്നെ എഴുതുക. അതിൽ കൂടുതലും എഴുതണ്ട, കുറവും എഴുതണ്ട. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ഇതിൽ എക്കണോമിക് ഒബ്ജക്റ്റീവ് ഉണ്ട്. എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പൈസ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളൊരു വിചാരത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടി തന്നെയാണ്. ഇനി ക്രിയേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. നമുക്ക് സാധനങ്ങൾ ആർക്ക് വിൽക്കും? നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ ആർക്ക് വിൽക്കും? ആര് മേടിക്കും? ഓക്കെ, ഇനി കണ്ടിന്യൂസ് ഇന്നോവേഷൻ. ഓക്കെ, അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിന് വെറൈറ്റി വേണം എപ്പോഴും. നമുക്ക് ഒരു കാര്യം തന്നെ, ഒരേ സാധനം തന്നെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് എന്തിനും ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു പുതുമ നമുക്ക് വേണം. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെക്നോളജി യൂസ് ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കണം. ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് റിസോഴ്സസ് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. മാക്സിമം യൂസ് ചെയ്യണം വിത്ത് ലെസ് കോസ്റ്റ്, പൈസ കുറവുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഇനി സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നല്ല രീതിയിലുള്ള നല്ല ഗുണമുള്ള ഗുഡ്സും സർവീസസും കൊടുക്കുക, നല്ല രീതിയിൽ കച്ചവടം ചെയ്യുക. ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ജസ്റ്റിഫൈ ചെയ്യുന്ന, ബാക്കിയുള്ളവർക്ക് ജസ്റ്റിസ് കൊടുക്കുന്ന, നമുക്കും ജസ്റ്റിസ് കിട്ടുന്ന രീതിയിലുള്ള ബിസിനസ് ചെയ്യുക. സൊസൈറ്റീൻ്റെ വെൽഫെയറിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്? വെൽബീയിങ് ഓഫ് ദ എംപ്ലോയീസ്, എക്കണോമിക് വെൽബീയിങ് ഓഫ് ദ എംപ്ലോയീസ്. അതായത് നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മളുടെ സ്റ്റാഫുകൾ, അവർക്ക് ഫെയർ ആയിട്ടുള്ള വേജസ് അല്ലെങ്കിൽ സാലറി നമ്മൾ കൊടുക്കുക. സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ്, മാനസികമായ ഒരു സമാധാനം. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സമാധാനം, സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോലിയിൽ എത്ര നാൾ വേണമെങ്കിലും നമ്മൾ നിൽക്കും. ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക, അവരെ ഫുൾ യൂട്ടിലൈസ് ചെയ്യുക, അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ്
കൊടുക്കുക. അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റണം, നമ്മളുടെ കച്ചവടം കൂടണം. ഓക്കെ. ഇനി അടുത്തത് ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ സാധ്യതകൾ കൂട്ടിക്കൊടുക്കുക, ജോലി സാധ്യതകൾ കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഒബ്ജക്റ്റീവാണ് കേട്ടോ. ഇനി പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അടുത്തത് ഗ്ലോബൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ നിങ്ങൾ ഈ 4 പഠിച്ചാൽ തന്നെ ആയി കേട്ടോ. പിന്നെ ഗ്ലോബൽ ഒബ്ജക്റ്റീവ്സ് ഞാൻ എക്സ്ട്രാ പോയിൻറ്റ്സ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ആൾക്കാരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട് എല്ലാവർക്കും, അത് ഉയർത്തുക. രാജ്യങ്ങൾ തമ്മിലുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യങ്ങൾക്കുമുള്ള ആ വഴക്കും ആർഗ്യുമെൻറ്റും കുറയ്ക്കുക. ഇനി നല്ല രീതിയിലാക്കും ഗ്ലോബലി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സും സർവീസസും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഓൺലൈൻ ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. NIOS കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്, CBSE സ്റ്റേറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, മാത്സും സയൻസും ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും. അപ്പോൾ 12th വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി. ഈ മെയിൽ ഐ ഡിയിലോട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാനത് കണ്ട് റിപ്ലൈ ചെയ്തോളാം. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഇനി വേറൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.